നമസ്കാരം. ഡോക്ടർ ഷമീർ ചന്ദ്രൻ എന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് കോഴിക്കോട് MVR ക്യാൻസർ സെൻ്ററിലെ ഒരു ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ് എന്നായിരിക്കും. ഈ ഷമീർ ചന്ദ്രനെ നിങ്ങളിൽ പലർക്കും പരിചയവുമുണ്ടാവും. കോഴിക്കോട് MVR ക്യാൻസർ സെൻ്ററിൽ പോയിട്ടുള്ള പലർക്കും ഡോക്ടർ ഷമീർ ചന്ദ്രനെ പരിചയമുണ്ടാവും. എന്നാൽ അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ കാണാം. അതിലൊരു വാർത്ത BBC-യിൽ വന്നതാണ്. BBC-യുടെ ഏഷ്യൻ എഡിഷനിലല്ല, BBC-യുടെ ബ്രിട്ടീഷ് എഡിഷനിൽ വന്നതാണ്. Coercive doctor jailed in his absence struck off. A doctor jailed in his absence for coercion has been erased from the medical register due to fears he is risk to public. എൻ്റെ ഇംഗ്ലീഷ് അത്ര മെച്ചമില്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തം വായിക്കുന്നില്ല. ഓങ്കോളജി ഷമീർ ചന്ദ്രൻ was sentenced in November to 4 years in prison and was handed a restraining order for 2 counts of engaging in coercive behavior and a separate count of cruelty to person under 16. അതായത് ഷമീർ ചന്ദ്രൻ എന്നു പേരുള്ള ഈ ഡോക്ടറെ ബ്രിട്ടനിൽ 4 വർഷം തടവ് വിധിച്ചിട്ടുണ്ട്. 4 വർഷം തടവ് വിധിക്കുക മാത്രമല്ല, പിന്നീട് ഇയാളുടെ ഡോക്ടറായി പരിശീലിക്കാനുള്ള യോഗ്യതയെക്കുറിച്ച് ബ്രിട്ടീഷ് മെഡിക്കൽ കൗൺസിൽ GMC, ജനറൽ മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്ന ബ്രിട്ടനിലെ ഡോക്ടർമാരുടെ യോഗ്യത പരിശോധിക്കുന്ന സ്ഥാപനം പരിശോധിക്കുകയും ഇയാളെ അയോഗ്യനാക്കുകയും ചെയ്തു. ബ്രിട്ടനിൽ ഇനി ഡോക്ടറായി പരിശീലിക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു. 4 വർഷം ബ്രിട്ടീഷ് കോടതി ഇയാൾക്ക് ശിക്ഷയും വിധിച്ചു. ആ കക്ഷിയാണ് ഇപ്പോൾ കൊച്ചു കേരളത്തിൽ, അതായത് ബ്രിട്ടനിൽ ഒരു കോടതി 4 വർഷം തടവിന് വിധിച്ച ഒരാൾ, അവിടുത്തെ GMC മെഡിക്കൽ പരിശീലനം നിരോധിച്ച ഒരാൾ അപ്പീൽ കൊടുക്കാതെ ഇവിടെ കേരളത്തിലെത്തി MVR ക്യാൻസർ സെന്ററിൽ ഡോക്ടറായി പണിയെടുക്കുന്നു. ഇത് ലോകമറിയണ്ടേ? ഈ ഷമീർ ചന്ദ്രന്റെ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന രോഗികളെങ്കിലും അറിയണ്ടേ? ആ ഉത്തരവാദിത്വമാണ് മറുനാടൻ ഏറ്റെടുക്കുന്നത്. ഡോക്ടർ ഷമീറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരുമിച്ച് പരിയാരം മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. അവിടെ വെച്ച് സുഹൃത്തുക്കളാവുന്നു, പ്രണയത്തിലാവുന്നു, വിവാഹം കഴിക്കുന്നു. അവർ വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്ത് ഒടുവിൽ ബ്രിട്ടനിലെത്തുന്നു. എന്നാൽ വിവാഹശേഷം ഡോക്ടർ ഷമീറിൻ്റെ സ്വഭാവം മാറി എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു. അതിക്രൂരമായി മർദ്ദിക്കും, അസഭ്യം പറയും, ഭാര്യയും കുട്ടികളെയും ഒക്കെ ദൂരെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോരും. ബ്രിട്ടനിലെ കടുത്ത തണുപ്പിൽ വിന്റർ കാലത്ത് വഴിയിലിറക്കി വിടുക മാത്രമല്ല, വീട്ടിൽ കയറ്റാതെ പീഡിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഷമീർ തൻ്റെ ഭാര്യയെ ചീത്ത വിളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഡോക്ടർ ഷമീറും ഭാര്യയും തമ്മിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് മാത്രം ഞാൻ കേൾപ്പിക്കാം. വീഡിയോ ഉണ്ട്. വീഡിയോ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്നത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. എങ്കിൽ പോലും ആ ഓഡിയോ ക്ലിപ്പ് മാത്രം കേൾക്കുക. കാരണം പല്ലു ഒന്നായിരിക്കും, മനസ്സിലായല്ലോ? മൈൻഡ് യുവർ ബിസിനസ്, ഡു വാട്ട് യു വാണ്ട്, മനസ്സിലായല്ലോ? മറ്റേ ആൾക്കാരുടെ കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ലേ, ചവിട്ടി നടുപ്പുറം വിളിച്ചല്ലേ. സ്വന്തം ജീവിതം കൊണ്ട് തൊലച്ചതും പോരാ, എന്നിട്ട് മാന്തണം. സൈഡിൽ കിടക്കുന്ന സമയത്തില്ലേ മര്യാദക്ക് പറഞ്ഞു കൊടുത്തി കേട്ടാ. പോലീസിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ അടിച്ച് അതിന്റെ പല്ലും പൊളി എല്ലാം കൂടി ഒന്നാക്കും കേട്ടോ. പോലീസ് എന്ത് വന്നാലും കുഴപ്പമുണ്ടാവില്ല. ഇംഗ്ലണ്ടിൽ അറിയപ്പെടുന്ന ഡോക്ടറായി ജോലി ചെയ്യുമ്പോഴാണ് വീട്ടിലെത്തുമ്പോൾ ഈ പീഡനം സഹിക്കാനാവാതെ, എന്നാൽ കുട്ടികളെ ഓർത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ സഹിക്കുന്നു. ഒടുവിൽ ഒരിക്കൽ ഡോക്ടർ ഷമീർ തന്റെ ബന്ധുവീട്ടിൽ പോയ സമയം നോക്കി പോലീസിൽ വിവരമറിയിക്കുന്നു. പോലീസ് വന്ന് വിശദാംശങ്ങൾ എടുക്കുന്നു. ഡോക്ടറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ലഭ്യമായ തെളിവുകൾ പരിശോധിക്കുന്നു. കോടതി കേസെടുക്കുന്നു. തെളിവെടുപ്പ് കഴിഞ്ഞ് ട്രയൽ നടത്തി ഷമീർ ശിക്ഷിക്കുമെന്ന് സാഹചര്യമുണ്ടാവുന്നു. ഈ സമയത്ത് ഡോക്ടർ ഷമീർ ചന്ദ്രൻ ബ്രിട്ടനിൽ നിന്ന് മുങ്ങുകയാണ് കേരളത്തിലേക്ക്. ശിക്ഷ വിധിക്കുമ്പോൾ ഡോക്ടർ അവിടെയില്ല. പക്ഷെ ശിക്ഷാവിവരം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം മെഡിക്കൽ കൗൺസിൽ ഷമീർ നോട്ടീസ് അയച്ചു. പക്ഷെ ഷമീർ സഹകരിച്ചില്ല. അങ്ങനെ ഷമീറിന്റെ രജിസ്ട്രേഷൻ റദ്ദായി. ഷമീർ നാട്ടിൽ സുഖമായി എത്തി ഡോക്ടറായി ചികിത്സ നടത്തുന്നു, ബ്രിട്ടനിലെ ശിക്ഷയെ ഗൗനിക്കാതെ. ഞാൻ വെറുതെ പറഞ്ഞതല്ലാതെ ബോധ്യപ്പെടുത്താൻ വേണ്ടി GMC ഡോക്ടർ ഷമീറിനെ എങ്ങനെയാണ് നടപടിയെടുത്ത് ശിക്ഷിച്ചത് എന്നതിൻ്റെ ഒരു രേഖ കൂടി കാണിക്കുന്നുണ്ട്. 18 പേജുള്ള ഒരു ഉത്തരവാണ്. ഈ 18 പേജ് വിശദമായ ഉത്തരവിന് ശേഷം ഡോക്ടർ ഷമീറിനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പ്രൊസീഡിങ്സ് ഇൻ ഡോക്ടർ ചന്ദ്രൻസ് ആബ്സൻസ്. ദ ട്രിബ്യൂണൽ വെൻ ടു കൺസിഡർ വെദർ ഇറ്റ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ടു പ്രൊസീഡ് വിത്ത് ദിസ് ഹിയറിംഗ് ഡോക്ടർ ചന്ദ്രൻസ് ആബ്സൻസ് pursuant to Rule 31 of the rules. The tribunal was conscious that the discretion to proceed the absence of doctor should be exercised with the appropriate care and caution, balancing the interest of the doctor within the wider public. ഇൻസെല്ലാം പറഞ്ഞിട്ട് വിളിച്ചു, ക്ഷണിച്ചു. Therefore, in accordance with Rule 31, the tribunal has
determined to proceed in Dr. Chandran's absence. ഇതെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടിരിക്കുന്നു. ഇനി അടുത്തത് ഞാൻ കാർലിസ് ക്രൗൺ കോർട്ടിന്റെ വിധിയുടെ കോപ്പിയാണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. ഇതിൽ കൃത്യമായി പറയുന്ന ഒഫൻസ് അറസ്റ്റ് ബൈ എ കോൺസ്റ്റബിൾ ഓഫ് ബ്രേക്കിംഗ് ലൈക്ലി ടു ബ്രേക്ക് ബെയിൽ കണ്ടീഷൻ duty to surrender into the custody to a court. On or in 10 March 2025, Carlis Cumbria having been arrested by a constable for breaking bail conditions, namely not to contact directly or indirectly, ഡോക്ടറുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് അവരുടെ മക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അവരെ ബന്ധപ്പെട്ടിരുന്നു പറഞ്ഞു, കോൺടാക്ട് ചെയ്തിട്ട് വന്ന് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം പറയുന്നു, the defendant admitted breaching his bail condition before the Crown Court on 10/3/25, മാർച്ച് 10 അഡ്മിറ്റ് ചെയ്തു ബെയിൽ കണ്ടീഷൻ മാറ്റി എന്നുള്ളത്. ഹി വാസ് റീഅഡ്മിറ്റഡ് ടു ബെയിൽ വിത്തിൻ ദ സെയിം കണ്ടീഷൻ, വീണ്ടും ബെയിലിൽ വിട്ടു. പക്ഷെ വീണ്ടും അദ്ദേഹം മിസ്റ്റേക്ക് ഉണ്ട്. കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, വിശദമായി പറയുന്നു. ഒടുവിൽ പറയുന്നു, വിധി പറയുന്നു. കൗണ്ട് നമ്പർ 1 ഒഫൻസ് നമ്പർ 4 റിസ്റ്റോറിംഗ് ഓർഡർ ഇട്ടിരിക്കുന്നു. അതായത് റിസ്റ്റോർ ചെയ്തിരിക്കുന്നു, ഒരിക്കലും ഈ ഭാര്യയെ മക്കളെ ബന്ധപ്പെടരുത്. അടുത്തത് അറസ്റ്റ് വിതൗട്ട് ബെയിൽ ഓൺ സെന്റൻസ് ഓഫ് ഇംപ്രിസ്മെന്റ് ഇൻ ആബ്സെൻസ്. എന്നിട്ട് പറഞ്ഞ അയാളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നു. വാറന്റ് ഫോർ അറസ്റ്റ് വിതൗട്ട് ബെയിൽ ഓൺ കസ്റ്റഡിയൽ സെന്റൻസ് ഇൻ ആബ്സെൻസ് basis no appearance in answer to bail. Reason, the court has imposed a custodial sentence in absence. The total term of imprisonment is 4 years. 4 കൊല്ലം തടവിന് വിധിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഈ 4 കൊല്ലം ശിക്ഷയുള്ള ഡോക്ടറാണ് ഇപ്പോൾ MVR ക്യാൻസർ സെന്ററിൽ രോഗികളെ ചികിത്സിക്കുന്നത് എന്നോർക്കണം. തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുക, അവരുടെ സ്വകാര്യതയെ കരുതി അവരുടെ വിശദാംശങ്ങൾ ഞാൻ തരുന്നില്ല, എങ്കിൽ പോലും അവരെ ക്രൂരമായി ഉപദ്രവിക്കുകയും അതിൻ്റെ പേരിൽ ബ്രിട്ടനിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്ത് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ അയോഗ്യനായാൽ അവിടെ നിന്ന് മുങ്ങി ഇവിടെ വന്ന് ചികിത്സിക്കുന്നത് ഉചിതമാണോ? MVR ക്യാൻസർ സെന്റർ അധികാരികൾ ഇത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്ത് വിശ്വസിച്ചാണ് ഇങ്ങനെ ഒരാളുടെ അടുത്ത് രോഗികൾ എത്തുക? നിങ്ങൾ ഈ ഷമീർ ചന്ദ്രനെ അവിടെ ഡോക്ടറായി വയ്ക്കുന്നത് എന്ത് ധൈര്യത്തിലാണ്? എങ്ങനെയാണ് രോഗികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികളും ഇയാളുടെ അടുത്ത് സുരക്ഷിതമായി ചികിത്സയ്ക്കെത്താൻ കഴിയുന്നത്? MVR ക്യാൻസർ സെന്റർ മാനേജ്മെന്റ് ഇനിയെങ്കിലും ഇത് ചിന്തിക്കുക.